പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വക്കീലന്മാർക്ക് കള്ളം പറഞ്ഞാൽ പോരെ, നന്നായി കള്ളം പറയും. ഒരിക്കലും കള്ളം പറയാനൊന്നും പറ്റത്തില്ല കോടതിയിൽ പോയിട്ട്. കാരണം കോടതിയിൽ പോയി കള്ളം പറയുന്നത് എങ്ങനെയാണ്? കാരണം കോടതിയിൽ ജഡ്ജും അപ്പുറത്തേക്കുന്ന വക്കീലും പൊട്ടന്മാരാണോ? അല്ല, കോടതി പോയി കള്ളമല്ല പറയുന്നത്, കോടതിയിൽ പോയിട്ട് വ്യാഖ്യാനിക്കുകയാണ്. ഒരേ നിയമമാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ഞാൻ പഠിക്കുന്നതും അപ്പുറത്തിരിക്കുന്ന വക്കീൽ പഠിക്കുന്നതും ജഡ്ജ് പഠിക്കുന്നതും ഒരേ ലോ ബുക്കാണ്. ആ ലോ ബുക്കിലുള്ള നിയമത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിനകത്തെ രസം. ഇപ്പം ഞാൻ പറയുകയാണ് ഈ നിയമം ഇതിങ്ങനെയാണ് പറയുന്നത്, ഇതിന് ഇന്ന ഡിസിഷൻ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഡിസിഷൻ ഇതിന് ഭാഗമായിട്ടുണ്ട്, അതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അപ്പുറത്തെ വക്കീൽ പറയുക അതങ്ങനെയല്ല, അതിങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ജഡ്ജി പറയുകയാണ് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ ഇൻ്റർപ്രട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. അത് പഠിക്കാനൊരു പേപ്പർ തന്നെയുണ്ട്. അപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ളൊരു കഴിവ്, ഇതിനെ ബോധ്യപ്പെടുത്താനുള്ളൊരു കഴിവ്, ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളൊരു കഴിവ്. ഇപ്പം നല്ല വക്കീൽ എന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം. ആൾക്കാരുമായി സംസാരിച്ച് അവൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാൻ. എൻ്റെ സീനിയറൊക്കെ പറയുന്ന ഭയങ്കര രസകര കാര്യമുണ്ട് കേട്ടോ. ഇപ്പം പണ്ട് ഒരു വക്കീൽ പിന്നെ കുറേ നേരോടെ ഒരു കക്ഷിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മണിക്കൂറായി 2 മണിക്കൂറായി. അപ്പം ഒരു 3-4 മണിക്കൂർ ഇയാൾ പോസ്റ്റായി. അവസാനം ഇയാൾ തിരിച്ച് ചെന്നു. അപ്പോൾ ചോദിച്ചു നീ എന്താ ഇത്ര ലേറ്റായത്? അപ്പോൾ ഈ വക്കീൽ പറയുന്ന ഡയലോഗാണ്, എടാ എൻ്റെ മുമ്പ് ഒരു ക്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതിനെന്താ ക്ലൈൻറ്റ്? അല്ല അയാൾ ഫീസൊക്കെ വാങ്ങിച്ചാൽ പോരെ. അപ്പോൾ ഈ വക്കീൽ പറയുന്ന ഒരു ഡയലോഗാണ്, അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 500 രൂപയുടെ നോട്ട് അവൻ സന്തോഷത്തോടു കൂടിയും കോൺഫിഡൻസോടു കൂടി എനിക്ക് തരണം. അതിന് ഞാൻ 2-3 മണിക്കൂർ അവനോട് സംസാരിക്കേണ്ടി വരും. അവൻ്റെ കോൺഫിഡൻസാണ് അവൻ ആ പൈസ എനിക്ക് തരുന്നത്. ചുമ്മാ ഒരാൾ കാശെടുത്ത് തന്നിട്ട് പോകത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമുക്കൊരു വക്കീലിനെ, ഒരു ബെസ്റ്റ് വക്കീലുണ്ടാവുക.